നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചപ്പാത്തിയുടെ വീഡിയോ ഒന്നും കൂടി ഇടുന്നത്. പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്ക് മാവ് ഒരുപാട് നേരം നമ്മൾ കുഴച്ചുകൊണ്ട് നിൽക്കേണ്ട. നമ്മൾ സാധാരണ മാവ് മയം വരാൻ വേണ്ടി ഒരുപാട് നേരം കുഴച്ചുകൊണ്ടിരിക്കത്തില്ലേ, ഇത് അങ്ങനെയൊന്നുമില്ല. അതുപോലെ എണ്ണ ചേർക്കുന്നേ ഇല്ല മാവ് കുഴയ്ക്കുന്നതിന്. അപ്പം വെള്ളവും ഉപ്പും മാത്രം ചേർത്ത് നമ്മൾ മാവ് കുഴക്കുന്നത്. അത് ഏത് ഗോതമ്പ് പൊടിയാണെങ്കിലും നമുക്ക് അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. യാതൊരു പ്രശ്നവും ഇല്ല. നല്ല പെട്ടെന്ന് നമുക്ക് മാവ് കുഴച്ച് സെറ്റാക്കി എടുക്കുകയും ചെയ്യാം. ഒരുപാട് നേരം നിന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പോലും ഈ മാവ് ഒന്ന് കുഴച്ച് നിന്ന് ജസ്റ്റ് ഒന്ന് മാവെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മളൊന്ന് കുഴച്ച് വെക്കുന്നത്, അങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അല്ലാതെ ഒരുപാട് നേരിട്ട് ഇങ്ങനെ കുഴച്ചത് മയപ്പെടുത്തേണ്ട കാര്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മാവ് നമ്മൾ പരത്തുമ്പോഴത്തേക്കും നല്ല ഇച്ചിരി നമ്മൾ വെള്ളം ഇച്ചിരി കുറച്ചാണ് കുഴച്ചെങ്കിൽ പോലും ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ മാവ് കുഴച്ചുമ്പോൾ ചെറിയ കട്ടി പോലെ തോന്നുമല്ലോ. അങ്ങനെയുള്ള മാവാണെങ്കിൽ പോലും നമ്മൾ അത് ആ പരത്താൻ നേരം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല പഞ്ഞി പോലെ തീരും. നമുക്കത് അതെങ്ങനെയാണ് ഈ മാവ് കുഴക്കുന്നത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു മടിയാണ് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ പാത്രത്തെ മാവ് പിടിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മാവ് കുഴക്കുന്നതിന് യാതൊരു മടിയില്ല കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചാൽ ഒരു തുള്ളി പോലും ആ പാത്രത്തെ മാവ് പിടിക്കത്തില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ചെയ്തിട്ട് പോണേ. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്തെടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. മറക്കണ്ട, കാണുന്നവർ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇനിയിപ്പോൾ തുടക്കം ഇതെങ്ങനെയാണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇത്രയും കാണുമ്പോൾ ലൈക്ക് ചെയ്യത്തില്ലായിരിക്കും. നിങ്ങൾ ആ ബാക്കിയും കൂടെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ചപ്പാത്തിക്ക് എങ്ങനെ പെട്ടെന്ന് മാവ് കുഴച്ചെടുക്കാൻ നമുക്ക് നോക്കാവേ. അതുപോലെ തന്നെ ചപ്പാത്തി പരത്തുന്നതാണെങ്കിലും എല്ലാം നമുക്കിപ്പം എല്ലാവർക്കും ഇപ്പം അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെയാണ്. അല്ല, നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാം. അപ്പം ഞാൻ ഒത്തിരി പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പം ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഏത് പാത്രമാണ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സ്റ്റീൽ പാത്രമോ അലൂമിനിയം പാത്രമോ ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് കുറച്ച് ഉപ്പിടാം. നമുക്ക് മാവിന് എന്തോരം മാവാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ഇടുക. ഇട്ട് വെച്ച് ഈ വെള്ളം നല്ലപോലെ ഇതിനകത്തിട്ടൊന്ന് ചുറ്റിക്കണം കേട്ടോ. ഇതിൻ്റെ ഫുള്ള് സൈഡ് ഫുള്ള് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഒരു നനവ് വരുത്താൻ വേണ്ടിയാണ് ഇതിൻ്റെ ചുറ്റിനും. അപ്പം അങ്ങനെ നനവ് വരുത്തിയതിന് ശേഷം നമുക്കിനി ആവശ്യമുള്ള പൊടി എടുക്കാവേ. ഞാനിപ്പോൾ എടുക്കുന്നത് സാധാരണ പൊടിയാണ്, അല്ലാതെ ആശീർവാദിൻ്റെയോ അങ്ങനെയുള്ള യാതൊരു പൊടിയല്ല എടുക്കുന്നത്. സാധാരണ പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ലൂസ് പൊടിയില്ലേ, അതാണ് എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കുന്നുണ്ടേ. ഇച്ചിരി ഉണ്ടാക്കി എനിക്കിത് ഇച്ചിരി പാക്കറ്റ് എടുത്ത് വെക്കാനും കൂടാണ്. നമുക്ക് പാക്കറ്റ് ചപ്പാത്തി നമ്മൾ മേടിക്കാറ് അതുപോലെ കുറച്ചൊന്ന് സെറ്റാക്കി വെക്കാനും കൂടെ ആയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ഇതിനകത്തേക്ക് ഇട്ട ശേഷം നമുക്ക് വെള്ളം ചിലപ്പോൾ ഇത് മാത്രം പോരായിരിക്കും കേട്ടോ. ഇനിയും വെള്ളം നമുക്ക് വേണ്ടി വരും. ചെറിയൊരു നിഴൽ വരുന്നുണ്ടല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് വെള്ളം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്കാണ്ട് ഇതിനകത്ത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് പോരായിരിക്കും നമുക്ക് ഈ മാവ് കുഴയ്ക്കുന്നതിന് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണം. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം അതിനകത്തിട്ട് ഒഴിക്കുന്നതേ ഉള്ളൂ. കുറച്ച് വെള്ളം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ അതിനകത്തോട്ട് ഒഴിക്കുന്ന കാര്യം. ഒത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ പൊടി ഒരുപാടിട്ട് വെള്ളം കൂടി പോകരുത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കുറേശ്ശെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് നമ്മൾ എപ്പോഴും കുഴയ്ക്കുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. അപ്പം ഇത് ഇച്ചിരി ഈ ഗോതമ്പ് കൂടുതൽ ചേർന്ന പൊടിയാണിത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഇച്ചിരി മൈദയും കൂടെ ചേർന്ന സൈസ് പൊടിയല്ല, ഇത് ഗോതമ്പ് മാത്രമായിട്ടുള്ള പൊടിയാണ്. അതുകൊണ്ട് ഇതിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധാരണ ലൂസ് പൊടി മേടിക്കുമ്പോഴത്തേക്ക് അതിന് ഇച്ചിരി കൂടെ മൈദയും കൂടെ ചേരുന്നുണ്ട് ആ പൊടിക്കകത്ത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കട്ടി വരത്തില്ല. എന്നിട്ട് ഇനി നമ്മൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാവിനായി അതിന് ശേഷം നമ്മളിതിന് ഇങ്ങനെ ചെറുതായിട്ട് കുഴച്ചെടുക്കാം. എന്ന് വെച്ചാൽ ഒത്തിരി നേരം ഇട്ട് കുഴയ്ക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കുഴയ്ക്കുമ്പം ഈ പാത്രം ഇങ്ങനെ പാത്രത്തിൽ റൗണ്ടാക്കി ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ചേർത്തണി ഇത് സൈഡിൽ ഇരിക്കുന്ന പൊടിയും കൂടെ ഒക്കെ ഈ കുഴയ്ക്കുന്നതിലേക്ക് ചേരുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് എളുപ്പം ഇങ്ങനെ നമുക്ക് മാവ് കുഴയ്ക്കാൻ പറ്റുന്ന വലിയ താമസമൊന്നുമില്ല. പൊടി നമ്മുടെ കയ്യിലാണേലും
ഈ മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിലും നമുക്ക് ആ പൊടി ഇത് മാവ് ഇതിലോട്ടങ്ങ് ആക്കി കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഒരുപാട് മാവ് പിടിക്കത്തില്ലേ. ചിലർ മാവ് കുഴച്ച് കഴിഞ്ഞാൽ കൈ നിറച്ചും പൊടിയായിരിക്കും, അല്ല മാവ് കുഴകുഴാന്നിരിക്കും. പിന്നെ അത് കളയുന്നതിന് കുറേ സമയം എടുക്കേണ്ടി വരും. ഇത് ശരിക്കും ഗോതമ്പിൻ്റെയാണ്. അപ്പം ഇത് ഇച്ചിരി ഒരു കട്ടിയോടും കൂടി ഉള്ളതായതുകൊണ്ട് നമുക്ക് കയ്യെ ശരിക്കും പറ്റുകയും ചെയ്യുന്ന പൊടിയാണ്. ഇതുണ്ടോ, ഞാൻ വേറെ ഒന്നും ഇതിൽ നിന്ന് മാറ്റി വീഡിയോ മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുഴയ്ക്കുന്ന കൃത്യമായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മാവ് ഇത്രയും കുഴച്ചാൽ മതി. ഇതുണ്ട്, ആ ഒരു മാവെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകുന്നതിന് വരെ നമ്മൾ കുഴച്ചാൽ മതി. ഇതുണ്ട്, ഇപ്പം ഈ മാവിന് വലിയ മയമൊന്നുമില്ല. ഇതുണ്ട്, കട്ടിയുണ്ട് ഈ മാവിന്. തൊടുമ്പോൾ നമുക്കറിയാം. ഈ മാവ് ഇനി നല്ല സോഫ്റ്റാക്കി നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പാത്രം നോക്ക്, പാത്രത്തിൽ മാവ് എങ്ങും പിടിച്ചിരിപ്പില്ല. എല്ലാം നമ്മൾ ഈ കുഴച്ച മാവയിലോട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇത് തുറന്ന് വെക്കല്ലേ, തുറന്ന് വെച്ചാൽ മാവ് ഒന്നും കൂടെ കല്ലാകത്തേ ഉള്ളൂ. മാവ് നമ്മൾ മൂടി വെക്കുക. എന്തായാലും നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ശരിക്കും കുഴച്ചിട്ടില്ല. മാവ് തന്നെ സൈഡൊക്കെ കണ്ടോ, മാവ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തേക്കുന്നതേ ഉള്ളൂ. വലിയതായിട്ട് ഞാൻ കുഴച്ചിട്ടില്ല. ഇതുണ്ടോ, സൈഡൊക്കെ കണ്ടോ. നമ്മൾ ശരിക്കും കുഴച്ച് കഴിഞ്ഞാൽ ബോള് മാതിരിയല്ലേ ഇരിക്കുന്നത്. ഇതങ്ങനെ ഒന്നും കുഴച്ചിട്ടില്ല, ചുമ്മാ ഒന്നെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടേ ഉള്ളൂ. ഈ മാവ് ഇങ്ങനെ അങ്ങ് വെക്കുക, എന്നിട്ട് ഇത് മൂടി വെക്കുക. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് മൂടി വെച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റ് കൂടുതലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു 5 മിനിറ്റ് വരെ നമ്മൾ ചെയ്താൽ മതി. കാര്യം നമുക്ക് ധൃതിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒത്തിരി നേരം മാവ് ഇങ്ങനെ കുഴച്ച് വെക്കാൻ സമയം കിട്ടുന്ന തരത്തില്ല. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വെച്ചാൽ മതി. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാവേ. ഇപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു ഫോൺ കൈ തട്ടി അതിലേക്ക് വീണോ. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആകുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുണ്ട്, നമുക്ക് തൊടുമ്പം തന്നെ അറിയാവേ. ഇത് കണ്ടോ, വിരലൊക്കെ സുഖമായിട്ട് ഇത് കയറി പോകുന്നു. അതുപോലെ സോഫ്റ്റ് ആയത് നമ്മളിത് കുഴയ്ക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അല്ലാതെ മാവ് കുഴയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു റൗണ്ട് രീതിക്ക് നമുക്ക് കിട്ടത്തില്ലേ. ഇത് കണ്ടോ, നമ്മുടെ മാവ് നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഉരുട്ടിയാൽ മതി. ഉരുട്ടുമ്പോൾ തന്നെ ഒരു ബോളിൻ്റെ ഷേപ്പായിട്ട് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. ഇത് കണ്ടോ, നല്ലപോലെ സോഫ്റ്റാണ്, തൊടുന്ന ഇതാന്ന് പോകുന്നുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു ബോൾ പോലെ. പാത്രം ഞാൻ നേരത്തെ നിങ്ങളെ വീണ്ടും കടിക്കും, ഒരു ശകലം പോലും മാവ് നമ്മളിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പോയിട്ട് പോലും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതിൽ നിന്ന് സാധാരണ നമ്മൾ എടുക്കുന്നില്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചപ്പാത്തിക്ക് നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ്. ഇപ്പം ഞാനങ്ങനെ ചെറിയ ഉരുളകളാക്കി ഒന്നെടുക്കട്ടെ. ഇത് കണ്ടോ, നമുക്ക് കയ്യിലിട്ട് ഒരുപാട് നേരിട്ട് റൗണ്ട് എടുക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് ഇത് കണ്ടോ, പെട്ടെന്ന് ചെറിയ ഉരുളകളായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കിത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാവേ. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് അതിലേക്ക് ഒരു ശകലം ഗോതമ്പ് പൊടി ഇട്ടേച്ചാണ് ഞാൻ അതിലേക്ക് ഉരുളകളാക്കി എടുത്തിരുന്നത്. ഞാൻ ഈ ചപ്പാത്തി പരത്തുന്നത് നമ്മുടെ ഈ പേപ്പറിൽ തന്നെ ഇട്ടാണ്. ഇപ്പം പൊടിയിലാണ് പരത്തിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പൊടി പരത്താൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എണ്ണയിൽ പരത്തിയെടുക്കാം. പൊടി പരത്തിയെടുക്കുക വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഷുഗർ, കൊളസ്ട്രോൾ, BP ഇല്ലാത്ത അസുഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും എല്ലാ അസുഖങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എണ്ണയൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ പൊടിയിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ലപോലെ മാവൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കണ്ണം കുറഞ്ഞ ചപ്പാത്തിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഒരുപാട് കട്ടി ചപ്പാത്തി ഉണ്ടാക്കത്തില്ല കേട്ടോ, കനം കുറച്ചാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ പറ്റിയേക്കുന്ന പൊടി നിങ്ങളെന്നേരം ഓർക്ക് പൊടി ഇതായിട്ടുള്ളത് നമ്മുടെ കയ്യിലോട്ട് മാവിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, തട്ടിയാൽ മതി. ആ പൊടി മുഴുവനും ഈ പേപ്പറിലോട്ട് വീണോളൂ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല ശീലമായതുകൊണ്ടാണ് സ്പീഡി ചെയ്യുന്നത്. ഇത് കണ്ടോ, അതിലെ പൊടിയെല്ലാം പോയി. എന്നിട്ട് നമ്മൾ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നു. ഞാൻ ഈ ചപ്പാത്തി പരത്തുന്നത് ഇങ്ങോട്ടിടുന്നത് എന്നാന്ന് ചോദിച്ചാൽ, വീണ്ടും ഞാൻ പരത്തുന്നത് അതിൻ്റെ പുറത്തോട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഇപ്പോൾ പേപ്പറിലിട്ട് പരത്തിയാൽ കുഴപ്പം, ചിലർ പറയും മഷി ഇടുക. പക്ഷേ ഈ പേപ്പറിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, മഷിയൊന്നും. അതുകൊണ്ട് ഞാൻ ഈ പേപ്പറിൽ തന്നെയാണ് പരത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോട്ടർ നിറഞ്ഞിട്ടോ അതൊന്ന് ഓഫ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പം ഇങ്ങനെ ചപ്പാത്തി നമ്മൾ കനം കുറച്ച്
പരത്തിയെടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം വെച്ചാൽ അതുപോലെ പരത്തിയെടുക്കാം. അപ്പം ഞാൻ നേരത്തെ 2 ചപ്പാത്തി വെച്ചൊക്കെ പരത്തുമായിരുന്നു കേട്ടോ. ഇങ്ങനെ വേണേലും പരത്തിയെടുക്കാം. ഒന്നിൻ്റെ പുറത്തോട്ട് ഒന്നും കൂടെ വെച്ച് എന്നിട്ട് ഇതുപോലെ പൊടി തട്ടിയെടുത്താൽ മതി. അങ്ങനെയൊക്കെ പെട്ടെന്ന് എനിക്ക് സമയമില്ലാത്ത സമയത്ത് പല പരിപാടി ചപ്പാത്തിയോടുള്ള അഭ്യാസങ്ങളാണ് ഈ അടുക്കളയിൽ. അഭ്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു എണ്ണം എടുത്ത് ഇങ്ങനെ വെക്കും, അതിൻ്റെ പുറത്തോട്ട് കുറേ പൊടി അങ്ങോട്ട് ഇടും. ഇവർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. പിള്ളേരുടെ പുറകെയുള്ള നടപ്പും അവരെ വിളിച്ചെണീപ്പിക്കലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല തിരക്കായിരിക്കും. അന്നേരം ഞാൻ ചപ്പാത്തി, അപ്പോൾ ഇവിടെ ആദ്യം പോകേണ്ടത് കണ്ണനായതുകൊണ്ട് ചപ്പാത്തി ഞാൻ ഇങ്ങനെ പരത്തിയെടുക്കാറുണ്ട്. ഒന്നിന് പുറത്തോട്ട് ഇങ്ങനെ 2 ഒരെണ്ണത്തിൻ്റെ പുറത്തോട്ട് ഒരെണ്ണം കൂടെ വെച്ച് ഇങ്ങനെ പെട്ടെന്ന് പരത്തിയെടുക്കാറുണ്ട്. അന്നേരം നമുക്ക് പെട്ടെന്ന് 2 ചപ്പാത്തി സെറ്റായി കിട്ടും. അത് നമ്മൾ അറിയാവുന്നവരെ ചെയ്യലോട്ട് അറിയാൻ മേലാതെ ചെയ്താൽ പരത്തി കഴിയുമ്പോൾ 2 കൂടെ ഒന്നായിട്ടിരിക്കും. അതുകൊണ്ട് 2 കൂടെ ഇതുണ്ടോ, ഇതിപ്പം ഒരെണ്ണത്തേന്ന് പറഞ്ഞാൽ നമുക്ക് വിടിയിച്ചെടുക്കാം ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് വിടിയിച്ചെടുക്കാൻ പാടാണ്. എന്നിട്ട് പിന്നെ വീണ്ടും പൊടി തന്നെ ചേർത്ത് അങ്ങനെ നല്ലപോലെ പൊടി ഇട്ട് കൊടുക്കാമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ ചപ്പാത്തി പരത്തി കഴിയും. അത് സെറ്റായി. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് 2 ചപ്പാത്തി പെട്ടെന്ന് പരത്തിയെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഈ പിള്ളേരെ വിടുന്നതിൻ്റെ തിരക്കിനിടയ്ക്കൊക്കെയാണ്. അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ, എന്നെപ്പോലൊക്കെ ചെയ്യുന്നവരൊക്കെ കാണുമായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചപ്പാത്തി പരത്തുന്നവരൊക്കെ കാണുമായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം ചോദിക്കുമായിരിക്കും ഇതൊക്കെ എന്ന് ചോദിക്കുമായിരിക്കും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഞാൻ ബാക്കിയും കൂടെ പരത്തി എടുക്കട്ടെ. അപ്പം ഞാൻ ഇതിന് ഒന്നിൻ്റെ പുറത്തേക്ക് ഒന്ന് വെച്ചാണ് ചെയ്യുന്നത്. കാര്യം പൊടി നമ്മൾ പരത്തി എടുത്താൽ ഇങ്ങനെ ഒന്നിന് പുറത്തായിട്ട് ഇങ്ങനെ വെച്ചാൽ ഇത് ഒട്ടി പിടിക്കത്തില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ എപ്പോൾ വേണേലും നമുക്കിങ്ങനെ എടുക്കാം. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാൻ പരത്തി കഴിഞ്ഞിട്ടോ. നമ്മൾ ആദ്യം എടുത്ത ആ പൊടി കൊണ്ട് മാത്രമാണ് ഇത്രയും ചപ്പാത്തിയുടെ ഇത് പരത്തിയത്. നമുക്ക് ഒരുപാട് പൊടിയൊന്നും നമുക്ക് എടുക്കേണ്ടി വരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ പരത്തിയാലും അതെല്ലാം പൊടി മുഴുവൻ തട്ടി ഇതിലിട്ടേച്ചാണ് നമ്മൾ ചപ്പാത്തിക്ക് മാവ് പരത്തിയെടുത്ത് മാറ്റി വെക്കുന്നത്. ഇത് കണ്ടോ, ലാസ്റ്റത്തെ ചപ്പാത്തിയുമായി. ഇതിപ്പം നമ്മുടെ ചപ്പാത്തി നമ്മൾ മൊത്തം പരത്തിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഒന്നിന് പുറത്തായിട്ട് ഒന്നായിട്ട് അടുക്കി വെച്ചേക്കുന്നത്. ഇതാണ് ലാസ്റ്റ് പരത്തിയ ചപ്പാത്തി. ഇപ്പം ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും അടിയിലുള്ള ചപ്പാത്തി മേളി വരുന്ന രീതിയിൽ തിരിച്ചിടും. ഇപ്പം നമുക്ക് ഈ ചപ്പാത്തി ആദ്യം ചുട്ടെടുക്കാനായിട്ട് വേണ്ടിയാണ് ഇങ്ങനെ ഏറ്റവും മണ്ടയ്ക്കായിട്ടിടുന്നത്. ഇതൊരു ശകലം വെച്ചാൽ പേപ്പർ ഒരു ശകലം മടങ്ങിയിരിപ്പുണ്ടായിരുന്നു, അതിലോട്ട് അമർന്നതാണ് ഈ ഒരു പാടിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിനി ചുട്ടെടുക്കുന്നത് കൂടെ കാണാം. ഇപ്പം നമുക്ക് ദോശക്കല്ല് നല്ലപോലെ ചൂടായി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ചുടുന്നത്, ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, അവർക്ക് വേണ്ടിയല്ല കേട്ടോ, പുതുതായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ചുടുന്നത് ഒരു ചപ്പാത്തി വെച്ചല്ല കേട്ടോ, 2-3 ചപ്പാത്തിയൊക്കെ ഒന്നിച്ചാണ്, ചിലപ്പോൾ 10 എണ്ണമൊക്കെ ഒന്നിച്ചായിരിക്കും ചുട്ടെടുക്കുന്നത്. അത് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ചേർത്ത ഉണ്ടാക്കുന്നെങ്കിൽ ഇങ്ങോട്ടൊരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കും. എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്നെങ്കിൽ ഒന്നും ചെയ്യത്തില്ല, അതിൻ്റെ പുറത്തൊരു അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കും. എന്നിട്ട് അപ്പുറത്തെ സൈഡ് ചൂടാകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഈ സൈഡ് ചൂടായി അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഒത്തിരി എണ്ണം ഒന്നിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും. അപ്പം ഇതിപ്പോൾ ചപ്പാത്തി നമ്മളിപ്പോൾ ഇങ്ങനെ സാധാരണ രീതിക്ക് ഞാനിപ്പം 3 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും നമുക്ക് അടുത്തിടാം കേട്ടോ. ഞാനങ്ങനെ ഒരു 10 എണ്ണമൊക്കെ ഇങ്ങനെ അതിൻ്റെ പുറത്തിട്ട് ഈ ചട്ടകത്തിൽ എനിക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന അത്രയും രീതിക്ക് ഞാൻ ചപ്പാത്തി തിരിച്ച് മറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇത് നമ്മൾ തീ കൂട്ടി തന്നെയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തി ഇങ്ങനെ ഒരെണ്ണമൊക്കെയായിട്ട് ഉണ്ടാക്കുമ്പോൾ തീ ഇച്ചിരി കൂടി കിടന്നാൽ അത് കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യത്തില്ലേ. ഇത് പക്ഷേ അങ്ങനെ കരിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ചപ്പാത്തി വേറെ കിടക്കുന്നതുകൊണ്ടാണ്, ആ ഒരു ഇതിലാണ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചപ്പാത്തി കരിഞ്ഞു. നല്ല ഫുൾ തീയിലാണ് ഇട്ടേക്കുന്നത്. കല്ല് നല്ലപോലെ ചൂടായതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ചപ്പാത്തി ഓരോന്നോരോന്നോരോന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നോരോന്നൊന്ന് വേവിച്ചെടുക്കാം. അപ്പം വേഗുന്ന അനുസരിച്ച് തിരിച്ചു മറിച്ചും ഇടുന്നുണ്ട് ഞാനേ. അപ്പം ഇതുണ്ടോ ആ സൈഡ്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ഈ ചപ്പാത്തി വെന്തിട്ടില്ല എന്ന് തോന്നും. ഇത് കരിയുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യ പ്രാവശ്യം ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ ചപ്പാത്തി വെന്തിട്ടില്ല, ഇത് കഴിച്ച് കഴിയുമ്പോൾ അസുഖമാകും,
അങ്ങനെ അതിങ്ങനെയാവുന്നൊക്കെ പറയും. നമ്മളതിങ്ങനെ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് ഇട്ടേക്കുന്നുണ്ട്, എത്ര തീ കൂട്ടിയിട്ടാലും അത് കരിയത്തില്ല. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളെ നല്ലപോലെ ഇതാക്കിയാൽ വേവിച്ച് കാണിച്ചിട്ടേ മാറ്റുന്നുള്ളൂ. കാര്യം ചപ്പാത്തി വെന്തതാണ്, പക്ഷേ നിങ്ങൾ കാണുന്നവർക്കല്ല. ഏക്കാലും ചപ്പാത്തി ഇങ്ങനെ പൊള്ളി വരണമെങ്കിൽ വേഗാതെ പൊള്ളി വരത്തില്ലല്ലോ. വേഗുന്നതിന് മുമ്പേ ചപ്പാത്തി പൊള്ളി വരത്തില്ല. ഇത് കണ്ടോ, ഇത് ശകലം പോലും ഇതായിട്ടില്ല, പക്ഷെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് നല്ലപോലെ പൊള്ളി വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് നമ്മളിങ്ങനെ ഒത്തിരി ചപ്പാത്തി ഇങ്ങനെ ഇട്ടിങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചപ്പാത്തി കരിയാതെ നമുക്ക് വെന്ത് കിട്ടും പെട്ടെന്ന്. ഇതിൻ്റെ എല്ലാ സൈഡും നല്ലപോലെ വെന്താണ് കിട്ടുന്നത് കേട്ടോ. ഇതുണ്ട് ആ സൈഡ് ഇത് ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് മാറ്റാതെ വീഡിയോ കട്ട് ചെയ്യാതെ കാണിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, അന്ന് എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മാറ്റാതെ. ഇത് കണ്ടോ, അപ്പോൾ ഇത് വെന്തിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്കത്ത് എടുത്ത് ഞാൻ വീണ്ടും ഇട്ടു. വേഗുന്ന അകത്തോട്ടങ്ങ് ആക്കും കേട്ടോ. എന്നിട്ടാണ് അപ്പോൾ ഈ നടുക്ക് ഇത് നല്ലപോലെ ചൂടിടിച്ച് ആ ചപ്പാത്തി നല്ല പകുതി വെന്തിട്ടുണ്ട്. പിന്നെ കല്ലിലിട്ട് ഒന്ന് ഇതാക്കി എടുത്താൽ മാത്രം മതി. ഒത്തിരി പേരെന്ന് പറഞ്ഞു ഇതിനേക്കാൾ എളുപ്പം അല്ലാതെ ചുടുന്നതൊക്കെയാണ്. പക്ഷെ അല്ല, നിങ്ങൾക്കിത് ഉണ്ടാക്കി നിങ്ങൾ നോക്കണം, അന്നേരം നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ഇതാണ് എളുപ്പം എന്നുള്ളത്. നമ്മൾ ഒരെണ്ണം ആകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ വെന്താണ്, നല്ലപോലെ വെന്താണ്. നമ്മളിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് കണ്ട് ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് വെന്തിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയും കൂടെ അതൊന്ന് ഇതാക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ചപ്പാത്തി. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോടെ കാണുമ്പോഴത്തേക്ക് അത് അത്രയും വെന്തതിൻ്റെ ഇതായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതെടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, അന്ന് എല്ലാവരും ഭയങ്കര ഒത്തിരി പേര് ഒരാളൊരു കമൻറ്റ് ഇട്ടു, പിന്നെ അതിൻ്റെ അടിയിലോട്ടൊന്ന് ബാക്കിയുള്ളവർ ചുമ്മാ ഒരിതായിട്ട് പറയുമായിരുന്നു. ഇത് കണ്ടോ, സൈഡെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ 3 എണ്ണം വേവിച്ചെടുത്തു. ഇനി നമുക്കതല്ല ചപ്പാത്തി പൊള്ളിച്ചെടുക്കണമെന്നാണെങ്കിലും നമുക്കിങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആദ്യം ചുട്ട പോലെ ഒന്ന് ചുട്ട് കാണിക്കുവാണേ. നമുക്ക് ഇതുപോലെ ഇത് പൊള്ളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ചെറിയൊരു കിഴുത്ത പോലെ വീണ കണ്ടോ. ഇത് കണ്ടോ, അതുകൊണ്ടാണ് അത് പൊങ്ങി വരാത്തത്. അല്ലെങ്കിൽ നല്ലപോലെ ഇത് പൊങ്ങി വരും കേട്ടോ. നമുക്ക് നല്ല ഇതായിട്ട് പൊള്ളി കിട്ടുന്നതാണ്. അത്രയ്ക്ക് സോഫ്റ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് കീറിപ്പോകുന്നത്. ഇനി നമ്മൾ ചപ്പാത്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കവർ ചപ്പാത്തി ഇല്ലേ, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന കവർ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ അതിന് നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് തീ കൂട്ടിയിട്ട് ഇതാക്കുകയും വേണ്ട. ഈ ചപ്പാത്തിയുടെ ഈ ഒരു പച്ചപ്പൊന്ന് ഇതുണ്ട്, ഈ സൈഡിലത്തെ ഈ കളർ നിങ്ങൾക്ക് മാറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ട വെള്ള കളർ മാറി വരും. അപ്പം അങ്ങനെ ഒരു മാറി വന്ന് ചെറുതായിട്ടൊന്നാകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ മാറ്റുക. എന്നിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക. ന്യൂസ് പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പേപ്പർ നമ്മൾ നിവർത്തി ഇട്ടതിന് ശേഷം ഈ ചപ്പാത്തി നമ്മൾ ഈ കല്ലേൽ നിരത്തി ഇടുന്നില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇട്ട് കൊടുക്കണം. ഇല്ലേ അതിൻ്റെ ആവി അടിക്കും. അതിന് വേണ്ടിയാണ് തിരിച്ചു മറിച്ച് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുന്നത്. വേവിക്കരുത്. ഇതുപോലെ ഈ പച്ചപ്പൊന്ന് മാറ്റി മാത്രം എടുക്കാണ്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന കവർ ചപ്പാത്തി പോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് വെന്തിട്ടില്ല. ഇത് കണ്ടോ, കവർ ചപ്പാത്തിയുടെ ഒരു ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നത് മാത്രമേ. ഞാൻ ഇതൊക്കെ എടുത്താൽ നല്ല അടിപൊളി ചപ്പാത്തി ആയിരിക്കും. നമ്മൾ അന്നേരം മാവ് കുഴച്ചുണ്ടാക്കുന്നത് തന്നെ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പൊടിയിലാണ് പരത്തിയതും എടുത്തത്, വേറെ എണ്ണയൊന്നും ചേർക്കാൻ ചുട്ടെടുത്തേ. ഇത് കണ്ടോ, ഇതിലൊരു ശകലം പോലും പൊടി പിടിക്കത്തില്ല കേട്ടോ. ചപ്പാത്തിയുടെ പൊടി ശകലം പോലും പിടിക്കത്തില്ല. നല്ല ഇതായിട്ട് തന്നെ ദോശക്കല്ല് ഇതായിട്ട് എടുക്കാം. നമ്മൾ ചില ദോശയ്ക്ക് ചില ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ആ കല്ല് കരിഞ്ഞ് അങ്ങേലോകം പറ്റും. നമ്മൾ ഈ പൊടിക്കകത്ത് പരത്തി കഴിയുമ്പം അത് ആ പൊടി നല്ലപോലെ നമ്മളതിന് തട്ടിക്കളഞ്ഞേച്ച് ഇങ്ങനെ ഒന്നിന് പുറത്തായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കാന്നുണ്ടെങ്കിൽ ഒരു ശകലം പോലും പൊടി നമ്മുടെ കല്ല് പിടിക്കത്തില്ല കേട്ടോ, ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലിൽ.
ഇതുണ്ടോ ഇതുപോലെ ഇപ്പം ഞാൻ ഇത് നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ പേപ്പറിലോട്ട് വെള്ളം ഈർപ്പം വന്നിതാകും. എന്നിട്ടിത് ചൂടാറുന്നതനുസരിച്ച് നമുക്കൊരു കവറിനകത്തോട്ടാക്കി എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പം 4 എണ്ണവേ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ ഇങ്ങനെ എടുക്കാനായിട്ട്. ഇതിപ്പം തണുത്ത് കഴിഞ്ഞ് ഇതിപ്പോൾ ഇതിൻ്റെ ചൂടിപ്പോൾ കുറയാറായി. ഇങ്ങനെ ചൂട് കുറയുന്ന എടുത്ത് വെച്ച് നമുക്ക് മാറ്റി മാറ്റി എടുക്കാം. കറണ്ട് ഒന്ന് പോയി. ഇനി നമ്മൾ ഇതുപോലെ ഉണ്ട്. ഇതിപ്പം തണുത്തതിന് ശേഷം ഇതിപ്പം 4 എണ്ണവേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം ഞാൻ വൈകിട്ടത്തേക്ക് തന്നെ അങ്ങ് എടുക്കും. അതുകൊണ്ട് തന്നെ ഞാനിത് വലിയതായിട്ട് കവറിനകത്താക്കി വെക്കുന്നൊന്നുമില്ല. അപ്പം ഇത് ഇപ്പം ഞാൻ ഇതുപോലെ ചെറിയ കവറിനകത്തോട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പൊടിയൊക്കെ കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, കടയിൽ നിന്ന് കൊണ്ടുവരുന്നത്, അത്തിരി കവറിൻ്റെ ഈ സൈഡും കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ നടുക്കോട്ടായിട്ട് ഇത് വെച്ചേച്ച് ഇപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെക്കുന്നതിന് ഒരു സൗകര്യം കിട്ടും. കാര്യം ഇവിടെ നിന്ന് വെച്ച് ഇവിടെ ഒരു ചുളുക്കം വന്നാൽ നമുക്ക് ഇതുവഴിയാണെങ്കിലും കൈയിട്ട് അത് നേരെ ഒന്ന് ആക്കിയെടുക്കാൻ പറ്റും. അതിനാണ് 2 സൈഡും ഞാൻ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് വെച്ച് ഇങ്ങനെ ഈ സൈഡ് എല്ലാം കൂടി ഇങ്ങനെ വലിയ കവറാകുമ്പോൾ നമുക്ക് നല്ലപോലെ മടക്കാൻ പറ്റും. ഇങ്ങനെ മടക്കി എല്ലാം സെറ്റാക്കി ഇങ്ങനെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചാൽ മതി. കവർ ഇങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇതിപ്പോൾ ചെറിയ കവറാണ്. എനിക്ക് ഇത് വേറെ മറ്റൊരു കവറിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. കവറെടുത്ത് എനിക്കിന്ന് പിള്ളേരാരുടെ കാണുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിലേക്കാണ് ഞാൻ വെക്കുന്നത്. ഇതുണ്ട് ഈ കവർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അല്ലെ കവറിലോട്ട് ഇനി ചപ്പാത്തി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ഇതുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇതുണ്ട് ഈ മടക്ക് നമുക്ക് ഇതായിട്ട് തന്നെ മടക്കി നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പം നമ്മളിത് കവറിനകത്തോട്ട് ഇങ്ങനെ ഒരു കവറിനകത്തോട്ട് വെച്ചാലും ഇതിൻ്റെ സൈഡ് നല്ലപോലെ എയർ കയറാതെ വേണം നമ്മൾ വെക്കാനായിട്ട്. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി ചപ്പാത്തി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വലിയ കവറിനകത്ത്, ഇല്ലെങ്കിൽ നമുക്ക് പാത്രത്തിലാണെങ്കിലും വെക്കാം കേട്ടോ. പാത്രത്തിനകത്തോട്ട് നമുക്ക് വെക്കാൻ പറ്റും. നല്ല സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ നല്ല ഇത് റൗണ്ടിൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാണെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. ഇതിപ്പോൾ വൈകിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കവറിലേക്ക് വെച്ചേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ അല്ലാതെ വലിയ കവറിനകത്ത് തന്നെയാണ് സെറ്റാക്കി വെക്കുന്നത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ചെറിയ കവറിനകത്താക്കി ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് എടുത്ത് വെളിയിൽ വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ സാധാരണ നോർമൽ ചപ്പാത്തി അന്നേരം നമ്മൾ മാവ് കുഴച്ചുണ്ടാക്കുന്നത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ചൂടാണ് കേട്ടോ അടുക്കള. ചൂടെന്ന് പറഞ്ഞാൽ വേർത്ത് കുളിച്ചു. എൻ്റെ സിന്ദൂരൊക്കെ ഇതുവഴിയൊക്കെ അങ്ങ് ഒളിച്ചിറങ്ങിയാണ്. ഞാനിപ്പോൾ ഇതെല്ലാം തുടച്ചതിന് ശേഷമാണ് വീഡിയോ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇങ്ങനൊന്ന് ചപ്പാത്തി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുമെന്ന് എനിക്കറിയാം. ചിലർ പറയും ഇതിനേക്കാൾ നല്ലതായിട്ട് ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം, ഇതിനേക്കാൾ സ്പീഡിൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാം. ആയിരിക്കാം, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. പക്ഷേ എനിക്കറിയാവുന്ന ഒരു രീതി ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തന്നേക്കുന്നത്. ഇതറിയാൻ മേലാത്തവർക്ക് എളുപ്പം നിന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ. ഇപ്പം മിക്ക വീടുകളിലും വൈകുന്നേരം, ഇപ്പോൾ അസുഖമുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, പിള്ളേർക്ക് പോലും വൈകുന്നേരം ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ ഉച്ചവരെ കിടന്ന് ചോറും കറിയെല്ലാം വെച്ചതിന് ശേഷം പിന്നെയും വൈകിട്ട് അടുക്കള കിടന്നൊരു പണി, അത് മിക്കവർക്കും മടുപ്പുള്ള കാര്യമാണ്. എനിക്കും മടുപ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് വന്ന് ഉണ്ടാക്കിയാൽ മതി. ആ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അന്നേരം കിടന്ന് മാവ് കുഴയ്ക്കാനോ എടുക്കാനൊക്കെ നിൽക്കേണ്ട. നമുക്കൊരു മനസ്സമാധാനത്തോടുകൂടി അവിടെ ഇരിക്കാൻ സ്വസ്ഥമായിട്ട്. കാര്യം ആ ചപ്പാത്തി ഇരിപ്പുണ്ട്, പെട്ടെന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ എന്നൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ കവർ ചപ്പാത്തിയൊക്കെ ഇഷ്ടമുള്ളത് ഒത്തിരി പേര് കാണും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കവർ ചപ്പാത്തി വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പോലും എണ്ണ ചേർക്കാതൊക്കെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പം എണ്ണ ചേർത്ത് ഉണ്ടാക്കേണ്ടവർക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണ ചേർക്കുന്ന കാണിച്ചില്ല. അത് എണ്ണ ചേർത്ത് ഉണ്ടാക്കേണ്ടവർക്ക് ഉണ്ടാക്കാം. എണ്ണ ചേർത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. പിന്നെ പിള്ളേർക്കൊക്കെ ഇപ്പോഴേ നമ്മൾ ഇച്ചിരി എണ്ണയൊക്കെ കുറച്ചൊക്കെ ആക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഒരു 30 കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും രോഗികളാണ്, അസുഖമില്ലാത്തൊരു അപൂർവമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് അസുഖങ്ങളും കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ചപ്പാത്തി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.